ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ജനത മുഴുവനായി കെട്ടിട നിർമ്മാണ രംഗത്തേക്ക് അത്ഭുതകരമായി തിരിഞ്ഞു നോക്കിച്ച ഒരു ടെക്നോളജിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു പേപ്പർ പ്രിന്റിംഗ് മെഷീനിൽ പ്രിന്റ് ചെയ്യുന്നത് പോലെ ഒരു വീടിനെ പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കുമോ? അതെ, ഇത് സാധ്യമാണ്. കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കെട്ടാൻ സാധിക്കുന്ന 3D പ്രിന്റഡ് ഹൗസസിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്താണ് ഈ ടെക്നോളജി? ഈ ടെക്നോളജി മൂലം എങ്ങനെ ഒരു വീട് കെട്ടാൻ സാധിക്കും? ഇതിന്റെ ഗുണവും ദോഷവും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കുറഞ്ഞ ചിലവിലുള്ള വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വീഡിയോസിന് വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വരൂ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ കാലത്ത് ഒരു വീട് കെട്ടുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയലിന്റെ വിലയും വർക്കേഴ്സിന്റെ ശമ്പളവുമാണ് ഇതിന് പ്രധാന കാരണം. പക്ഷേ നിങ്ങളുടെ സ്വപ്ന വീടിനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ 3D ഹൗസിംഗ് ടെക്നോളജി കൊണ്ട് കെട്ടിത്തരാൻ സാധിക്കും. ലോകത്തിന്റെ 33% പൊല്യൂഷനും വ്യവസായ സംരംഭങ്ങളിൽ നിന്നാണ് വരുന്നത്. എന്നാൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ടെക്നോളജിയിൽ 18% മാത്രമേ പൊല്യൂഷൻ വരുന്നുള്ളൂ, ഏകദേശം പകുതിയോളം മാത്രം. ഈ ടെക്നോളജി US, റഷ്യ, ചൈന തുടങ്ങി പല നാടുകളിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭീമാകാരമായ പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള ഗാൻഡറിംഗ് മെത്തേഡും റോബോട്ടിക്സ് ഓൺ ടെക്നോളജിയും ചേർന്നാണ് ഈ 3D ഹൗസുകൾ കെട്ടുന്നത്. ആദ്യം ഈ പ്രിന്റിംഗ് മെഷീൻ അസ്ഥിവാരം റെഡിയാക്കി എടുക്കുന്നു. പിന്നീട് നോസിൽ വഴി സിമന്റ് മിക്സ് പുറപ്പെടുവിച്ച് സിക്സാക്ക് രീതിയിൽ ചലിപ്പിച്ച് ചുവരുകൾ കെട്ടുന്നു. ഇതെല്ലാം തന്നെ പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതായത് വീടിന്റെ ഡിസൈൻ, മെഷീന്റെ സ്പീഡ്, സിമന്റ് മിക്സിന്റെ ഉപയോഗം എന്നിവ ഒരു ചെറിയ ആൻഡ്രോയിഡ് ടാബ്ലറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് മൂലം കൺട്രോൾ ചെയ്യപ്പെടുന്നു. ഈ 3D പ്രിന്റിംഗിന്റെ സഹായത്തോടുകൂടി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ 2000 സ്ക്വയർ ഫീറ്റിൽ കുറഞ്ഞ വീടുകളെ ഈസിയായി തന്നെ 24 മണിക്കൂറിനുള്ളിൽ റെഡിയാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഒരു വീടിന്റെ അസ്ഥിവാരവും ചുവരുകളും മാത്രമാണ് ഈ പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിച്ച് റെഡിയാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നതുകൊണ്ട് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ലൈൻസ്, ഡോർ, ജനൽ, പെയിന്റിംഗ് തുടങ്ങി എല്ലാ വർക്കുകളും സാധാരണ രീതിയിൽ തന്നെ റെഡിയാക്കിയെടുക്കണം. എന്നാൽ സാധാരണ വീടുകൾ കെട്ടുമ്പോൾ ആവശ്യമുള്ള കമ്പി, കല്ല് എന്നിവ ഈ 3D ഹൗസസിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയെ ഒരു പരിധി വരെയും ഇതിൻ്റെ അമിതുപയോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഈ 3D ഹൗസ് കൺസ്ട്രക്ഷൻ മെത്തേഡ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത അമേരിക്കയിലെ ഐക്കോൺ കമ്പനി സിഇഒയുടെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ടെക്നോളജി ഉപയോഗിച്ച് കെട്ടുന്ന വീടുകൾക്ക് സാധാരണ വീടുകളേക്കാൾ 1/3 ഭാഗം ചിലവ് മാത്രമേ വരികയുള്ളൂ എന്നതാണ്. അതായത് 600 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിന് 4 ലക്ഷം രൂപയിലും കുറവ് ചിലവ് മാത്രമേ വരികയുള്ളൂ എന്നതാണ്. കൂടുതൽ ജോലികളും സാങ്കേതിക സഹായത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട് മെറ്റീരിയൽസ്, പണം, സമയം എന്നിവയുടെ ചെലവ് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ടെക്നോളജി പ്രകാരം അസ്ഥിവാരവും വാൾസും മാത്രമേ കെട്ടാൻ സാധിക്കുള്ളൂ എന്നതാണ്. അതുപോലെ തന്നെ ഈ കെട്ടിടം കെട്ടുന്നതിനുള്ള ലേബേഴ്സ് വളരെ കുറവായതുകൊണ്ട് കെട്ടിട ജോലി മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജോലി നഷ്ടമാകും. ഇന്ത്യയുടെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹൗസ് IIT മദ്രാസിലെ വിദ്യാർത്ഥികളുടെ സ്വസ്ഥ എന്ന പേരിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന വീടാണ് കേരളത്തിന്റെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹൗസ്. ഇനി വരും വർഷങ്ങളിൽ കുറഞ്ഞ ചിലവിൽ ഭൂമിക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ ഈ ടെക്നോളജിയിൽ വീടുകൾ കെട്ടാൻ സാധിക്കും. ഈ ഇൻഫർമേറ്റീവായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ പുതുമയാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. നമസ്കാരം.